വിയറ്റ്നാമിൻ്റെ മറ്റൊരു ആകർഷണമാണ് കേട്ടോ ഹോയിയാൻ സിറ്റി. ഈ ഹോയിയാൻ സിറ്റി എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ളൊരു സിറ്റിയാണ്. ശരിക്കും ഇവിടെ ചൈനീസും ഫ്രഞ്ചുകാരും ഒക്കെ കുടിയേറിയ സമയത്തുണ്ടായിരുന്ന ഒരു സിറ്റിയാണ്. ഇത് ഇവിടുത്തെ ടുട്ടുക്കാണ് കേട്ടോ. അപ്പോൾ ഈ സിറ്റി മഴക്കാലത്തൊക്കെ ഈ റോഡൊക്കെ വെള്ളം കയറി ബിസിനസ്സുകളൊക്കെ നിൽക്കുന്നൊരു സമയമുണ്ട്. ഏകദേശം ഒരു മാസം പോലെ അങ്ങനെ ബിസിനസ് തീരെ ഇല്ലാത്തൊരു സമയം ഇവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ തുബോം എന്ന് പറഞ്ഞ ഒരു നദീൻ്റെ തീരത്താണ് ഈ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. രണ്ട് ഭാഗത്തായിട്ട് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച ഒരു സിറ്റി തന്നെയാണ് ഇത്. ഇവിടെ വിയറ്റ്നാമിൽ ഡെനാങ്ങിൽ വരുന്ന മിക്ക ടൂറിസ്റ്റുകളും ഇവിടെ സന്ദർശിച്ചേ മടങ്ങുള്ളൂ. ശരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തണം ഇവിടെ. വൈകുന്നേരം ആണെങ്കിൽ ഇവിടുത്തെ എല്ലാ അലങ്കാര വിളക്കുകളും തെളിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ തന്നെയാണ് അത്. ഇപ്പോൾ എല്ലാ ലൈറ്റുകൾ ഓണായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ വൈകുന്നേരം ആ ഒരു സന്ധ്യാസമയം ആകുന്നതേ ഉള്ളൂ. ഒത്തിരി നിരവധി എന്ന് പറഞ്ഞ മാതിരി കടകളാണ് ഇവിടെ ഉള്ളത്, ഷോപ്പിംഗ് സെൻറ്ററുകൾ. അപ്പോൾ ഒരു വലിയ ആഡംബരമായിട്ട് വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകളൊന്നുമല്ല, ഒരു ഫസ്റ്റ് ഫ്ലോർ ആ ഒരു ലെവലിലുള്ളത് മാത്രമേ ഉള്ളൂ. ഇതേമാതിരി റോഡ് വഴികളും ഒക്കെ കൂടി ആയിട്ടുള്ള നല്ലൊരു സിറ്റി തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ കാണുന്നതിൽ ഒത്തിരി ബൈക്കുകളാണ് ജാസ്തി. പിന്നെയാണെങ്കിൽ ഈ ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ടുപോകുന്ന കുറേ സൈക്കിൾ റിക്ഷ മാതിരിയുള്ള വണ്ടി നമുക്ക് കാണാം. കണ്ടില്ലേ, കുറേ പിള്ളേർ ഇത് സൈക്കിൾ, അത് തദ്ദേശീയരായ ആളുകളായിരിക്കാം, ഒരു പക്ഷേ ടൂറിസ്റ്റുകളും ആയിരിക്കാം. എല്ലാവരും ഇവിടെ മിക്കവാറും ആളുകൾ സൈക്കിൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹോയിയാൻ്റെ ചരിത്രം. ഇതാണ് ഹോയിയാൻ നഗരം മുറിച്ച് കടന്നു പോകുന്ന തൂബോൺ റിവർ കേട്ടോ. ഈ സിറ്റിക്ക് 200 വർഷത്തിലധികം പഴക്കമുണ്ട്. പല ബിൽഡിങ്ങുകളും ആ തനിമ തന്നെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകാനായ ചില ബിൽഡിങ്ങുകളിലാണ് റിപ്പയറിങ് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വലിയൊരു ബ്രിഡ്ജ് കാണും. പിന്നെ ഈ റിവറിൽ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. 200 എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയാണ് ഒരു ട്രിപ്പിന് ചാർജ് ചെയ്യുന്നത്. കാരണം അത് 5 പേർക്ക് വരെ പോകാം, ഒരു ട്രിപ്പിനുള്ള ഒന്നിച്ചുള്ള ചാർജാണ്. അപ്പോൾ നമ്മളതിൽ കയറിയില്ല, കാരണം നേരത്തെ കുറേ നേരം വെള്ളത്തിലൊക്കെ അവിടെ കളിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ടില്ല. കുറച്ച് ടയേർഡുമാണ് നമ്മൾ. അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. പിന്നെ അതിൽ ദീപം ഇങ്ങനെ ഒഴുക്കുന്നത് കാണാം, ഒരു കവറിൽ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതാണ് ഹോയിയാൻ്റെ കേട്ടോ. ഹോയിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഴയ നഗരം തന്നെ. ഇവിടെ കണ്ടില്ലേ, ജനങ്ങളിങ്ങനെ ഇരച്ചെത്തുകയാണെന്ന് പറയലുണ്ട് നമ്മൾ, അതേമാതിരി എത്തുന്നത്. ഈ കൊടി പിടിച്ച് പോകുന്നത് ആ ഓരോ ഗ്രൂപ്പിൻ്റെയും ഗൈഡാണ് കേട്ടോ. നമുക്കങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആൾ മിസ്സാവില്ല. ദൂരെ നിന്ന് അവരെ കാണാൻ പറ്റും നമുക്ക്. പല കളറിലുള്ള കൊടി പിടിച്ച ആളുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഏകദേശമൊക്കെ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്ത് വന്നിട്ടോ. ഇതാണ് ഇതിൻ്റെ സൗന്ദര്യം. ഇക്കരെ നിൽക്കുമ്പോൾ നമുക്ക് അക്കരെയാണ് നല്ല സൗന്ദര്യം തോന്നും. ശരിക്കും ഈ നദിയുടെ 2 ഭാഗത്തും അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര സമയം, കാരണം ഈ നദികൂടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നല്ലൊരു കൂളിംഗാണ് ഇവിടെ, നല്ലൊരു അന്തരീക്ഷം. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു അന്തരീക്ഷമാണിത്. അപ്പോൾ ഇതിലൊക്കെ ഞങ്ങളിങ്ങനെ ചുമ്മാ നടന്നു. ഞങ്ങളെ കൂടെയുള്ള വേറെ ടീമുകളൊക്കെ ഇതിലൊക്കെ ഉണ്ട്. ഒരു ടൈം നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ട്, ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് അവിടെ ഒരു ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, അവിടേക്ക് എത്തിയാൽ മതി. ഇത് കണ്ടില്ല, ഇത് ബാറാണ് കേട്ടോ. അടിപൊളി ബാർ. ഇത്തരം ബാറുകളൊക്കെ അവിടെ അടിപൊളി കാണാം. ചെറിയ കൊച്ചിനെ അത് അവിടെ ടാറ്റു അടിച്ചു കൊടുക്കുന്നു. പിന്നെ ഇതേമാതിരിയുള്ള പിസ്സ ഉള്ള ഫുഡുകൾ മൊത്തം നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ വാങ്ങിക്കാൻ പറ്റും. വെജ് വേണ്ടവർ വെജ്, നോൺ വേണ്ടവർ നോൺ, എല്ലാ ഐറ്റങ്ങളും കിട്ടുന്ന അടിപൊളി ഒരു ഫുഡ് മാർക്കറ്റും ഉണ്ട് കേട്ടോ. മിക്ക ഐറ്റംസും സീ ഫുഡിൻ്റെതും ഉണ്ട്, ചിക്കനും ഉണ്ട്. ഏത് ഐറ്റം വേണ്ട, പോർക്ക് ഐറ്റം ഏതാണെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നല്ല മൾട്ടി കളറാണ് കേട്ടോ. അങ്ങനെയുള്ള കുറേ ഫാൻസി ഐറ്റംസ് വിൽക്കുന്ന ചേച്ചീനെ കാണാം. ഇത് നോക്കിയേ, നമ്മളൊരാൾ എണീറ്റ് നിൽക്കുന്ന മാതിരില്ലേ, എല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്. ആ സമയം നമ്മളിപ്പം വന്ന സമയം അതിന് റെഡിയല്ല, 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം അവിടെ. അപ്പോൾ അത് നമ്മൾ നോക്കുന്നില്ല. ഈ സ്ഥലം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറി നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അതിനൊരു ചാർജ് അവർ ഈടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഫോട്ടോ എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വല്ല അവിടുന്ന് അത് ഷൂട്ട് ചെയ്ത് പോകും. സുവനീർ ഷോപ്പുകളും കുറേ അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം, നല്ല കാര്യം. ഇതൊരു പൈതൃക നഗരം, ഒരു 200 വർഷം പഴക്കമുള്ള അടിപൊളിയായിട്ട് അതേമാതിരി തന്നെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കാലാന്തരേണ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും, എന്നാലും ആ പൈതൃകം അതേമാതിരി തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സിറ്റിയാണ്.
അടിപൊളി കേട്ടോ. ഈ LED ലൈറ്റൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒരാകെ ബുദ്ധിമുട്ടി പോകുമായിരുന്നു. അത്ര അതിമനോഹരമായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിന്നറാണ്. ഡിന്നർ നമ്മൾ ഈ പാക്കേജിലുള്ളതാണ്. അപ്പോൾ അതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ ഡിന്നർ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഇവിടുന്നാട്ടോ നമുക്ക് ഡിന്നർ ഏർപ്പാടാക്കിയ ബാബാസ് കിച്ചൺ. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഇതിൻ്റെ അകത്ത് കഴിക്കുന്നവരൊക്കെ മിക്ക ഇന്ത്യക്കാർ തന്നെയാണ് തോന്നുന്നു. സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനായിട്ടുള്ള എല്ലാ ഫുഡും ഇവിടെ കിട്ടും കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇപ്പം ബട്ടർ നാനും സാദാ ചപ്പാത്തി ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ചിക്കൻ കറിയൊക്കെ അടിപൊളി, നല്ല മസാലക്കറി. ബട്ടർ നാനാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് നല്ല ഫുഡ് കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് എത്ര ലോക്കൽ ഫുഡൊന്നും നല്ല അവർ അറേഞ്ച് ചെയ്ത്. പെനാങ്ങിലെ ഫേമസ് ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ അടുത്താണ് കേട്ടോ ഞാനുള്ളത്. ആ ഡ്രാഗൺ ബ്രിഡ്ജ് കാണാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ 2-2.5 കിലോമീറ്റർ നടന്നു വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കയറി നോക്കാം. ഇവിടുന്ന് അതിന് മുന്നേ ആയിട്ട് ഞാൻ താഴെ നിന്ന് അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. നമ്മൾ സിംഗപ്പൂർ കണ്ട മെർലിയൻ്റെ ആ ഒരു മാതിരിയുള്ളൊരു സാധനം അവിടെ ഉണ്ട്. മെർലിയൻ തന്നെയാണോ എന്നറിയില്ല. ഈ ഒരു നദിക്ക് കുറുകെയാണ് നമ്മളെ ഡ്രാഗൺ ബ്രിഡ്ജ് വന്നത് കേട്ടോ. നല്ല തിരക്കുള്ള 6 വരി പാതയാണ് കേട്ടോ ഇവിടെ. ഈ നദിക്ക് അത്യാവശ്യം ലെങ്ത്തിലാണ് ഈ ബ്രിഡ്ജ് കിടക്കുന്നത്. ഈ ഇതൊക്കെ കാണുമ്പോൾ ഒരു ചൈനീസ് ടച്ച് നമുക്ക് തോന്നാം. ചൈനീസ് ടച്ച് തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനിലൊക്കെ ഉള്ളത്. അതാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. കുറേ ലോങ് നമുക്ക് കാണുന്ന ഒരു വ്യൂ ആണിത്. ഒരു അടിപൊളി നിർമ്മാണം തന്നെ കേട്ടോ. രാത്രി ഇതിങ്ങനെയാണ് കാണുള്ളൂ ലൈറ്റ്. അപ്പോൾ ഡ്രാഗൺ ബ്രിഡ്ജ് കാണാൻ വരുന്നവർ രാത്രി വരണം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇതേമാതിരിയുള്ള കുറേ കടകൾ കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. പിന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അത്യാവശ്യം സീ ഫുഡിൻ്റെ ഒരു വലിയൊരു മാർക്കറ്റ് തന്നെ ഉണ്ട്. നല്ല നല്ല ഐറ്റങ്ങൾ കിട്ടുന്നതുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ ശ്രമിക്കണം. വിയറ്റ്നാമിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.